തിരുത്തപ്പെടേണ്ടത് തിരുത്തി മുന്നോട്ട് പോകും എന്നുള്ളത് പാർട്ടിയിലെ പിണറായി വിജയൻ പറയുമ്പോൾ ശരിയാണ്. അങ്ങനെ ഒരു മാറ്റം അനിവാര്യമാണ് എന്ന് തന്നെയാണ് നേതൃത്വവും ചിന്തിക്കുന്നതെന്ന് തോന്നുന്നു. കാര്യം എടുത്ത ചില തീരുമാനങ്ങളിൽ തെറ്റ് സംഭവിച്ചിട്ടുണ്ട്. തീരുമാനങ്ങൾ എന്നതിനപ്പുറത്തേക്ക് അതിനെ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നതിനും ചെറിയ പെശക് പറ്റിയിട്ടുണ്ട്. എങ്കിലും പൊതുജനം കാണുന്നത് ഒരുപക്ഷെ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ത് ചെയ്തു എന്നുള്ളതല്ല, അല്ലെങ്കിൽ ഒരു സർക്കാർ എന്ത് ചെയ്തു കൊടുത്തു എന്നുള്ളതല്ല, ആ പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു വ്യക്തി എന്ത് ചെയ്തു എന്നുള്ളതാണ്, ഒരു പാർട്ടി നേതാവ് എന്താണ് ചെയ്തത് എന്നാണ്. അപ്പോൾ അങ്ങനെ ചിന്തിക്കുമ്പോൾ പിണറായി വിജയൻ്റെ ധാർഷ്ട്യം അതേപടി തന്നെ ഏറ്റവും ഒടുവിൽ പോലും, അതായത് ഈ പറയുന്ന തെരഞ്ഞെടുപ്പ് വേദിയിൽ പോലും, തെരഞ്ഞെടുപ്പിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന വേദിയിൽ പോലും കണ്ടിരുന്നു എന്നുള്ളതാണ് ജനങ്ങളെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിച്ചത്. അതിലേറ്റവും പ്രധാനം അങ്ങ് വീട്ടിൽ പോയി ചോദിച്ചാൽ മതി എന്ന് പറയുന്ന ഒരു പ്രയോഗമുണ്ടായിരുന്നു. അദ്ദേഹം മൈക്കിനോട് കാണിക്കുന്ന ദേഷ്യമുണ്ടായിരുന്നു. അങ്ങനെ ഒരു തരത്തിൽ പറഞ്ഞാൽ അദ്ദേഹം പിന്നീട് ഈ പറയുന്ന വ്യക്തി എന്നുള്ള നിലയിൽ അദ്ദേഹം ചെയ്തതെല്ലാം അദ്ദേഹത്തിൻ്റെ ഒരു മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ എല്ലാവരും പരിഗണിച്ചു എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വമാണ്. അദ്ദേഹം പെട്ടെന്ന് ചൂടാകുക, പെട്ടെന്ന് ദേഷ്യം വരിക. പക്ഷെ ഒരു മുഖ്യമന്ത്രി എന്നുള്ള നിലയിലും അത് അങ്ങനെയാണെന്ന് കരുതി. പക്ഷേ നമ്മൾ ആലോചിക്കുക, 64 ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് ക്ഷേമ പെൻഷൻ കയ്യിലേക്ക് എത്തിച്ചു കൊടുത്ത ഒരു സർക്കാരാണ്. അപ്പോൾ ചോദിക്കും, ഇത് കുടുംബത്തിൽ നിന്ന് എടുത്തുകൊണ്ട് കൊടുക്കുന്നതാണോ? അല്ല, സംസ്ഥാന സർക്കാരിൻ്റെ ഖജനാവിൽ നിന്ന് എടുത്ത് കൊടുക്കുന്ന തുകയാണ് അത്. പക്ഷേ എന്തുകൊണ്ട് മറ്റ് സർക്കാരുകൾ കൊടുത്തിട്ടില്ല എന്നുള്ള കാര്യം നമ്മൾ ആലോചിക്കണം. വെറും 600 രൂപ പോലും കൊടുത്തിട്ടില്ലാത്തടത്താണ് 1600 അവരുടെ എല്ലാവരുടെയും അക്കൗണ്ടിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സർക്കാർ ഉണ്ടാകുന്നത്. അതോടൊപ്പം അങ്ങനെ നിരവധി ക്ഷേമ പ്രവർത്തനങ്ങൾ. അതുകൊണ്ടാണ് പറയുന്നത്, ഇപ്പം ഈ നവകേരള നിർമ്മിതിക്ക് വേണ്ടിയിട്ട് എടുക്കുന്ന ഏത് ഇനിഷ്യേറ്റീവിനും, അതായത് ഇപ്പം നമ്മുടെ ഈ പുതിയ സർക്കാർ UDF സർക്കാർ അധികാരത്തിൽ കയറുമ്പോൾ അതിന് ജനോപകാരപ്രദമായി എടുക്കുന്ന എന്ത് തീരുമാനത്തിനും ഒരു നല്ല പ്രതിപക്ഷം എന്നുള്ള നിലയിൽ തന്നെ ഒപ്പം ഉണ്ടാകുമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതിൻ്റെ അർത്ഥം ജനവിരുദ്ധ ജനദ്രോഹ പ്രവർത്തനങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായാൽ അതിനെതിരെ ശക്തമായ പ്രതിഷേധവും ഉണ്ടാകും, അല്ലെങ്കിൽ ഒരു ജനകീയ സമരങ്ങൾ ഇനിയും ഉണ്ടാകും എന്നുള്ളൊരു ധ്വനിപ്പിക്കൽ കൂടിയും ഒരു വ്യക്തമാക്കൽ കൂടിയും അദ്ദേഹം പത്രക്കുറിപ്പിൽ പറഞ്ഞു വെക്കുന്നുണ്ട് എന്നുള്ളതാണ്.